ഇക്ബാലിലേക്ക് പോകുന്നു. ഇക്ബാൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന് ആദ്യം കരുതി. പക്ഷേ കർണാടക അതിർത്തിയിൽ ഹൊസൂരിന് സമീപം ബാംഗ്ലൂരുവിലെത്തുന്നുള്ള സൂചന. ഒരേ സമയം പൊള്ളാച്ചിയിലും ഒരേ സമയം ബാംഗ്ലൂരുവിലും തെരച്ചിൽ നടത്തുന്നു എന്നാണോ അറിയാനാകുന്നത്? സ്മൃതി, നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം അത്തരത്തിലാണ്. രാഹുൽ ഇപ്പോൾ തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശത്തേക്ക് എത്തുകയും അവിടെ നിന്ന് പിന്നീട് കർണാടകത്തിലേക്ക് കടന്നു കളഞ്ഞു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ രാഹുലിന് വേണ്ടി വ്യാപകമായിട്ടുള്ള തിരച്ചിലുകളാണ് പാലക്കാടും പ്രത്യേകിച്ചും തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിലും എല്ലാം നടന്നത്. പൊള്ളാച്ചിയിലേക്ക് രാഹുൽ ഈ കഴിഞ്ഞ വ്യാഴവും വെള്ളിയും പൊള്ളാച്ചിയിൽ തങ്ങി എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ടേക്ക് എത്തിയ ഈ SIT സംഘം പിന്നീട് പൊള്ളാച്ചി കേന്ദ്രീകരിച്ചും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം നടത്തി. അതിനു മുമ്പ് തന്നെ പിന്നീട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഈ SIT സംഘം നടത്തിയിരുന്നു. ഏതായാലും അത്തരത്തിൽ രാഹുലിനെ തേടിപ്പോയ സംഘമാണ് ഈ തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശമായ ഈ ബാംഗ്ലൂർ മേഖലയിൽ വെച്ച് രാഹുലിനെ കണ്ടു, അല്ലെങ്കിൽ ഈ രാഹുൽ സഞ്ചരിച്ച കാർ കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്നത്. വ്യാപകമായിട്ടുള്ള പരിശോധന ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തമിഴ്നാടും കർണാടകയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ രാഹുലിന്റെ പാലക്കാട്ടെ ചില സുഹൃത്തുക്കളെ മൊഴിയെടുത്തതിൽ നിന്നാണ് ഇത്തരത്തിൽ രാഹുൽ ഒരു പക്ഷേ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന രീതിയിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ SIT സംഘത്തിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പൊള്ളാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം എല്ലാം ആരംഭിക്കുകയും ചെയ്തത്. ഏതായാലും ഇതിനിടയിലാണ് പിന്നീട് ഈ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകളുടെ ഒരുപക്ഷെ ഇവരുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരിക്കാം നടത്തിയ അന്വേഷണത്തിൽ രാഹുൽ ഈ തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശമായിട്ടുള്ള ഈ ബാംഗ്ലൂർ മേഖലയിലേക്ക് എത്തിയത് എന്ന രീതിയിലുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ SIT സംഘം. ഏതായാലും വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം രാഹുലിന് വേണ്ടി നടത്തുന്നു. കാരണം നാളെയാണ് രാഹുലിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതിനു മുമ്പായി തന്നെ രാഹുലിനെ പിടികൂടുക എന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ SIT സംഘം കടക്കുന്നത്. ശരി, രാഹുലിന്റെ ഒളിയിടം കണ്ടെത്താനുള്ള തിരച്ചിൽ വ്യാപകമാക്കുമ്പോൾ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്നു. രാഹുൽ ഇന്നലെ ഉച്ചയോടെ എത്തി എന്നുള്ള വിവരമാണ്. അതിൽ പ്രാദേശികമായ സഹായം ലഭിച്ചു എന്നതിന്റെ സൂചനകളും ലഭിക്കുകയാണ്. അങ്ങനെ സഹായിച്ചൊരു പ്രദേശവാസി ഓടിപ്പോയി എന്നതിന്റെ വിവരങ്ങളടക്കം വരുന്നു. അപ്പോൾ എവിടെ നിന്ന് സഹായം എന്നതിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയാണ്. പൊള്ളാച്ചിയിലെ തിരച്ചിൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പകുടിയുണ്ട്. അഷ്കർ, ഇപ്പോൾ പലയിടത്തായി തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടക അതിർത്തിയിൽ ഒരു സംഘം തിരച്ചിൽ നടത്തുന്നു, പൊള്ളാച്ചിയിലും ഒരു സംഘമുണ്ട് അല്ലേ? സ്മൃതി, തിരുവനന്തപുരത്ത് നിന്നെത്തിയ പോലീസ് സംഘം SIT സംഘമാണ് പൊള്ളാച്ചിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊള്ളാച്ചിയിലെ വ്യത്യസ്ത ഇടങ്ങളിൽ, അതായത് ഒന്ന് പൊള്ളാച്ചിയുടെ സറൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കോയമ്പത്തൂർ കേന്ദ്രത്തിൽ, ഈ കോയമ്പത്തൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് പൊള്ളാച്ചി സബ് ഡിവിഷൻ എന്ന് പറയുന്നത്. പൊള്ളാച്ചി ASP ഓഫീസിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൊള്ളാച്ചിയിലെ വ്യത്യസ്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നു. ഇവിടെ നിന്നുള്ള പോലീസ് സംഘം പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി വരെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ രാഹുലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെ പൊള്ളാച്ചിയുടെ പരിസരത്തേക്ക് രാഹുൽ എത്തിയിരുന്നു എന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ രണ്ട് കാര്യം കൂടിയാണ്. ഒന്ന്, തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ Q ബ്രാഞ്ചിൻ്റെ കൂടി സഹായത്തോടെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടേക്ക് എത്തി തെരച്ചിൽ നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ മൊബൈലുകൾ, പുതിയ സിമ്മുകൾ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിരുന്നു. ആ ലൊക്കേറ്റ് ചെയ്ത സിമ്മുകളുടെ ലൊക്കേഷനിലും കോയമ്പത്തൂരും പൊള്ളാച്ചിയും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പൊള്ളാച്ചിയിലേക്കും കോയമ്പത്തൂരേക്കും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടന്നത്. ആദ്യഘട്ടത്തിൽ വ്യാഴാഴ്ച പാലക്കാട്ടിൽ നിന്നും കടന്നു കളഞ്ഞ രാഹുൽ ഇവിടേക്ക് എത്തി എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പോലീസിന്റെ സ്ഥിരീകരണം. അതിനുശേഷമാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി കോയമ്പത്തൂരും പൊള്ളാച്ചിയുമായി വ്യത്യസ്ത ഇടങ്ങളിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കുകയും ചെയ്തത്. ഇപ്പോൾ കോയമ്പത്തൂർ കോയമ്പത്തൂർ SP യുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി ഇതിനുകൂടി നിയോഗിച്ചിട്ടുണ്ട്, കേരള പോലീസിന് സഹായമായി. ആ സംഘവും ഇപ്പോൾ പൊള്ളാച്ചിയുടെ വ്യത്യസ്ത മേഖലകളിൽ വലിയ തോതിൽ തെരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ആനമല ഉൾപ്പെടെയുള്ള ഈ പൊള്ളാച്ചിയുടെ തന്നെ കുറച്ചുകൂടി റിസോർട്ടുകളൊക്കെ തന്നെ കൂടുതലുള്ള പ്രദേശമാണ് ഈ ആനമല എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ നിന്നുള്ള SIT സംഘത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് സംഘങ്ങൾ 4 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ പൊള്ളാച്ചിയിലും കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ഇടങ്ങളിൽ ഇപ്പോൾ ഒരേ സമയം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന് വേണ്ടി വലിയ ഒരു വലവീഴ്ചൽ തന്നെ ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സ്മൃതി, ശരി, ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് SIT സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. അവിടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അടച്ചിട്ട കോടതി മുറിയിൽ കേൾക്കണം എന്നുള്ള ഒരു ഹർജി കൂടി ഇപ്പോൾ കോടതിയിലേക്ക് എത്തി എന്നുള്ള വിവരമാണ് ശ്യാമും നൽകിയിരിക്കുന്നത്.